പല അവസരങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എരുമേലി മുണ്ടക്കയം വഴി നേരെ മൂന്നാറിലേക്ക് പോണ യാത്രയാണ്. മൂന്നാർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ മൂന്നാറല്ല, വളരെ സെൻസിറ്റീവ് അല്ലാത്ത മൂന്നാറിൻ്റെ കുറച്ച് ഗ്രാമഭംഗി കാണാനുള്ള യാത്രയിലാണ്. സെൻസിറ്റീവ് അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രകൃതി ലോലമല്ലാത്ത മൂന്നാർ കാണാൻ. പല അവസരങ്ങളിലും മൂന്നാറിലും വാഗമണ്ണിലും ഒക്കെ കുട്ടിക്കാനം വഴി പോയിട്ടുണ്ടെങ്കിലും കുട്ടിക്കാനത്ത് തന്നെ മനോഹരമായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ, നല്ല വ്യൂ പോയിൻറ്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെ പലപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ഡെസ്റ്റിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പാഞ്ചാലിമേടും പരുന്തുംപാറയൊക്കെ വളരെ ഫേമസ് ആണെങ്കിലും ഈ കാണുന്ന പൈൻ ഫോറസ്റ്റിന് മുന്നിലൂടെ തന്നെ ഞാൻ ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും, യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല. ഈ പൈൻ ഫോറസ്റ്റ് വനം വകുപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് വേണം ഇതിനകത്ത് കയറാൻ. ഈ മുഴുനീള യാത്രയുടെ ഒരു യാത്രാ വിവരണം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വരും ദിവസങ്ങളിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പൈൻ ഫോറസ്റ്റിലേക്ക് കയറാൻ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, കാരണം ഒരു കുത്തനുള്ള കയറ്റം കയറി വേണം ഇതിൻ്റെ മനോഹാരിതയിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് അത്ര ഒരു അഡ്വൈസബിൾ അല്ല, കാരണം ഇവിടെ നിന്ന് വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് താഴെ, പ്രത്യേകിച്ച് താഴെ കൂടെ ഒരു വലിയ റോഡും കൂടെ പോവുകയാണ്. ഞാനതൊന്നും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, എങ്കിലും ഒന്ന് കെയർഫുൾ ആയിരിക്കണമെന്നുള്ളതൊന്ന് വാൺ ചെയ്തെന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാലുള്ള കാഴ്ച അതിമനോഹരമാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ വിഷ്വൽസിലൂടെ ഒന്നും അത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു അണ്ടർ റേറ്റഡ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് ക്രൗഡൊന്നും ഇവിടെ ഇല്ല. പഴയകാല പ്രിയദർശൻ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള മരം ചുറ്റി പ്രേമിക്കാനൊക്കെ പറ്റിയൊരിടമാണിത്. ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഈ പൈൻ ഫോറസ്റ്റ് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഏരിയ വളരെ കുറവാണ്, എങ്കിലും ഒരു തിക്ക് പൈൻ ഫോറസ്റ്റിനകത്ത് എൻ്റർ ചെയ്ത ഒരു ഫീൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെയുള്ള ഒന്നുമില്ല, വളരെ വൃത്തിയായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതുപോലെ ഒരു റെസ്റ്റോ ബാറൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ശരിക്കും കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടുപഠിക്കണം. ഈ രണ്ട് പെൺകുട്ടികളുടെയും ധൈര്യം എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. പറയുമ്പോൾ ചമ്മലൊന്നും തോന്നുന്നില്ല, കാരണം ഇവിടെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുപോലെ ഏതാണ്ട് അവരുടെ ഏജിലുള്ള കുറച്ച് ബോയ്സ് ഞങ്ങളുടെ പിന്നിലിരുന്ന് ഈ കാഴ്ച കാണുമായിരുന്നു.